ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഫൗണ്ടേഷൻ ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. കാരണം ഒരുപാട് പേർക്ക് അറിയണമെന്ന് ആഗ്രഹമുള്ളതും ഒരുപാട് മിസ്റ്റേക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫൗണ്ടേഷൻ. നമുക്കറിയാം, ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരുങ്ങണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ഫൗണ്ടേഷൻ ഇടണം എന്നുള്ളത്. ആക്ച്വലി എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു വെളുക്കാനുള്ള ഒരു സംഭവമാണ്. ആ ഒരു രീതിയിലാണ് കൂടുതൽ കാണുന്നത്. പെട്ടെന്ന് നമുക്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ വെളുക്കും. അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷൻ മേക്കപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഷോപ്പിൽ പോയി പല രീതിയിലുള്ള പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ച് മിക്ക വീടുകളിലും ഫൗണ്ടേഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഒരു മേക്കപ്പ് ബോക്സിനകത്തോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷൻ കാണും. പക്ഷെ അത് ഇപ്പോഴും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പലവരും അതൊന്ന് എടുക്കാറ് പോലും ഇല്ല, യൂസ് ചെയ്യാറ് പോലുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഫൗണ്ടേഷൻ, ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതിനുള്ളത് ഒരു എന്താ പറയുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഇതൊരു ബ്യൂട്ടി ചാനലാണ്. ഒരുപാട് ബ്യൂട്ടി നോളേജ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പ്ലസ് നിങ്ങൾ മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫൗണ്ടേഷൻ, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളെപ്പോഴും ഫൗണ്ടേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വെളുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു സംഭവം മാറ്റി വയ്ക്കുക. നമ്മൾ ഭയങ്കര ഫെയർ ആക്കാൻ വേണ്ടിയിട്ടോ നമ്മളുടെ സ്കിൻ ടോൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല. നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം കവറേജാണ്. എന്താണ് ഈ കവറേജ് എന്ന് വെച്ചാൽ, കവറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള കറക്ഷൻസിനെ മാക്സിമം ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം കവറേജ് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഫേസിനകത്ത് ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ പിമ്പിൾസ് വന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കവർ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസീൽ ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ പറയും മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പോകുന്നവരെയൊക്കെ നമ്മൾ പറയാറുണ്ട് പൊട്ടിയിടുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ട്. ആക്ച്വലി നമുക്ക് ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ ആദ്യം പ്രൈമർ അപ്ലൈ ചെയ്യും, ദെൻ അതിനുശേഷം പ്രൈമർ ഇട്ടിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പ്രൈമർ ഇടും, പുട്ടിയിടും, ദെൻ പെയിൻറ്റ് ചെയ്യും. അതുപോലെ പ്രൈമർ അപ്ലൈ ചെയ്യുക, ദെൻ അതിന് ശേഷം നമ്മൾ കൺസീൽ ചെയ്യുക, കറക്ഷൻസ് ഉള്ളിടത്ത് കൺസീൽ ചെയ്യുക, ദെൻ ആഫ്റ്റർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ കൺസീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കൺസീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കൺസീലർ, നമ്മളുടെ കറക്ഷൻസിനെ ഹൈഡ് ചെയ്യുന്നതാണ് കൺസീൽ ചെയ്യുക എന്ന് പറയുന്നത്. കൺസീലർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കറക്ടർ യൂസ് ചെയ്ത് നമ്മളുടെ കറക്ഷൻസ് എവിടെയൊക്കെയാണോ അതിനെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കവർ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ല, ഇനി നിങ്ങൾ ഒരു ചെറിയൊരു ഫംഗ്ഷന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരുങ്ങണം, നമുക്ക് അങ്ങനെ ഭയങ്കര പ്രൊഫഷണലായിട്ടൊന്നും ഒരുങ്ങണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കൺസീൽ ചെയ്യാതെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ ടോണിനേക്കാൾ കുറച്ചൊന്ന് അപ്പ് ചെയ്ത് നിൽക്കും. പക്ഷേ കറക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ശരിക്കും പുറത്തോട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ്, സ്കിൻ ടോൺ മാത്രമേ അപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതാദ്യം മനസ്സിലാക്കുക. കറക്ഷൻസിനെ ഹൈഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും, അതല്ലാതെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലൊരു പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുട്ടി ഇട്ടിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഒരു ഫിനിഷിങ് കിട്ടും അല്ലേ. ഇനി അതല്ല, നമ്മളുടെ പുട്ടിയിടാതെ, അതായത് ഒരു വോളിനകത്ത് ക്രാക്സ് ഉണ്ട്, പൊട്ടലും വിള്ളലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മളൊരു പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ കുഴിയും എല്ലാം എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ ഉണ്ടാവും, പക്ഷേ പെയിൻറ്റ് ചെയ്തതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവും അല്ലേ. അതുപോലെ ആയിരിക്കും നമ്മൾ കൺസീൽ ചെയ്യാതെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ, നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു പ്രൊഫഷണലായിട്ടൊന്ന് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൺസീൽ ചെയ്തിട്ട് വേണം ഒരുങ്ങാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫൗണ്ടേഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്കറിയാം, ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ ഭയങ്കര ഒരു ഗ്ലോസി ഫീൽ കിട്ടണം, എന്താ പറയുക, കുറച്ചും കൂടെ ഫ്ലോലെസ് ആയിരിക്കണം മേക്കപ്പ്, നല്ല ഗ്ലാസ് ഫിനിഷിങ് കിട്ടണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്ലാസ് ലുക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗ്ലാസ് ലുക്കിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനേക്കാളും മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. പലർക്കും അറിയില്ല നമ്മൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഷോപ്പിൽ പോയി ഒരു ബ്യൂട്ടി ഷോപ്പിൽ
ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ മേടിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും ബ്യൂട്ടി അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ അവർ പറയും ജസ്റ്റ് ഒന്ന് കയ്യിലോ എവിടെയെങ്കിലും വെച്ച് ഒന്നും ബ്ലെൻഡ് കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്, ഇത് ഫെയർ ആണ്, അല്ലെങ്കിൽ ഇത് മീഡിയം ആണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ട് ഓക്കെ ഇത് ഓക്കെയാണ് ചേരും എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. ദയവ് ചെയ്ത് അങ്ങനെ മേടിക്കരുത്. നമ്മളെപ്പോഴും ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു എസ്പെഷ്യലി ഫൗണ്ടേഷൻ മേടിക്കുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. നമ്മളുടെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ അപ്ലൈ ചെയ്ത് നമ്മൾ മാക്സിമം നമ്മുടെ കോർണർ നോക്കിയിട്ട് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഈവണായിട്ട് നമ്മൾ സ്കിൻ ടോണിന് ഈവണായിട്ട് നിൽക്കുന്നുണ്ടോ, 100% ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുമ്പോൾ ചിലവർ പറയും കുഴപ്പമില്ല, അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെളുത്ത പോലെ ഇരിക്കും. ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഒരു പുട്ടി ഫീലൊക്കെ വരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളുടെ സ്കിൻ ടോൺ എന്താണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് വേണം നമ്മൾ നോക്കാൻ. അത് നമ്മൾ ഇതുപോലെ ഫേസിൻ്റെ ഒരു സൈഡിൽ കൊടുത്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. വെറുതെ ഇങ്ങനെ തേച്ചാൽ പോരാ, ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഈവണായിട്ട് നിൽക്കുന്നുണ്ടോ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഫേസിൻ്റെ കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് നമുക്കറിയാൻ വേണ്ടി പറ്റും. പലതും നമ്മൾ ഈ ഓൺലൈനിൽ മേടിക്കുമ്പോൾ ചിലവർക്ക് അതിനകത്ത് നമുക്ക് ഷെയ്ഡിൻ്റെ ചാർട്ട് ഉണ്ടാവും. ഫെയർ, ദെൻ എന്താ പറയുക, വാം ഷെയ്ഡ് ഉണ്ടാവും, അതുപോലെ മീഡിയം, ഡാർക്ക്, ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ നമ്മൾ ആ ഷെയ്ഡ് അത് നോക്കി മേടിക്കുമ്പോഴും ചിലവർക്കത് പ്രശ്നം പറ്റുന്നുണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നില്ല. മാക്സിമം ഫൗണ്ടേഷൻ നിങ്ങൾ ഡയറക്റ്റ് മേടിക്കുന്നതായിരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ പറയുവാണ് നല്ലത് എന്നുള്ളത്. അത് ഡയറക്റ്റ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മളിതുപോലെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് നോക്കി മേടിക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ലോ ക്വാളിറ്റി വരുന്നതൊന്നും ചെറിയ ബഡ്ജറ്റിൽ, അതായത് 250, 300, 400, 500 ആ ഒരു റേഞ്ചിൽ വരുന്ന ഫൗണ്ടേഷൻസൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഹൈ കെമിക്കലാണ്. അപ്പോൾ മാക്സിമം കുറച്ച് നല്ല ക്വാളിറ്റിയിലെങ്കിലും, കാരണം നമ്മൾ സ്കിന്നിലേക്ക് ഇത്രയും ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിന് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാക്സിമം ചൂസ് ചെയ്യുക. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് അപ്ലൈ ചെയ്യണമെന്നില്ല. വളരെ ലൈറ്റായിട്ട് വളരെ കുറച്ച് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്താൽ മതി, മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്റ്റോപ്പ് ക്രീം മിക്സ് ചെയ്യാം. അതുപോലെ ഞാൻ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഗ്ലോസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നൈക്കിയുടെ ഗോൾഡ് സിറമാണ് കേട്ടോ. സോ ഇതുപോലെ കിട്ടും. ഈ സിറം നമുക്ക് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാം. ജസ്റ്റ് 1 or 2 ഡ്രോപ്പ് കൊടുത്തിട്ട് നിങ്ങളെടുക്കുന്ന ഫൗണ്ടേഷനിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളുടെ ഫിനിഷിങ് വളരെ സൂപ്പർബായിരിക്കും. ഞാനിവിടെ 1-2 ഫൗണ്ടേഷൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ PSCയുടെ പാക്കിൻ്റെ ആണ്. സോ പാക്കിൻ്റെ ഫൗണ്ടേഷൻ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് കിട്ടും. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഓയിലി സ്കിന്നുകാരെക്കാളും നല്ലത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് PSCയുടെ വലിയ കുഴപ്പമില്ല. ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോർവറിൻ്റെയൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ വളരെ കുറച്ചെടുത്താൽ മതി, ഒത്തിരി ഹെവി എടുക്കണ്ട. ജസ്റ്റ് ഒരു പമ്പ് ചെയ്യുക, അതിലേക്ക് നമ്മളുടെ ഇതുപോലെ സിറം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ കുറച്ചൊന്ന് സ്റ്റോപ്പ് ക്രീം കൂടി മിക്സ് ചെയ്താൽ നല്ലപോലെ ആ ഒരു ഗ്ലോസി ഫിനിഷിങ് നന്നായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കവറേജ് വേണം, കുറച്ചും കൂടെ കുറേ സമയം ലാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു ഫംഗ്ഷനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കറക്ഷൻസ് ആദ്യം ഹൈഡ് ചെയ്യുക, കൺസീൽ ചെയ്തതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മുടെ കറക്ഷൻസ് എല്ലാം തന്നെ പുറത്ത് കാണും. ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. മേക്കപ്പിൻ്റെ ഫുൾ സെഷൻ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് നോളേജോടുകൂടിയിട്ടുള്ള അതും തിയറി ക്ലാസ് എല്ലാം തന്നെ വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. സോ കാരണം ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഒരുങ്ങാനും, അതും വളരെ പ്രൊഫഷണലായിട്ട് ഒരുങ്ങാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റിന് എത്ര വേണമെങ്കിലും പൈസ കൊടുക്കും അല്ലേ. എന്താ പറയുക, ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ്, ഇന്ന എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കും. അപ്പോൾ അത് മേടിച്ച് വെക്കാൻ
മേടിച്ച് ഒരുപാട് പേരും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ ആരും തന്നെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തുതരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ് കേട്ടോ. നൈക്കയുടെ ഗോൾഡ് 24 കാരറ്റ് ഗോൾഡ് ഓയിലാണ് ഇത് വരുന്നത്. സോ ഇത് നമുക്ക് നമ്മളുടെ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട് 1 or 2 ഡ്രോപ്സ് കൊടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 or 2 ഡ്രോപ്സ് നിങ്ങൾ ഈ ഓയിലൊന്ന് മിക്സ് ചെയ്താൽ മതി. ഒത്തിരി ഹെവി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാതെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിന് മുമ്പ്, പ്രൈമറിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും CTM നമ്മൾ ചെയ്തിരിക്കണം, ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്. നമ്മളുടെ സ്കിൻ പ്രപ്പ് നല്ല അടിപൊളിയായിട്ട് സ്കിൻ പ്രപ്പ് ചെയ്തിട്ട് വേണം നമ്മളെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ പോയിട്ട് ഫേസ് വാഷ് എടുത്ത് ഒന്ന് ഫേസ് വാഷ് ചെയ്തു, പെട്ടെന്ന് പ്രൈമർ ഇട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് ഫൗണ്ടേഷൻ ഇട്ടു, അത് ഭയങ്കര തെറ്റായിട്ടുള്ള പ്രൊസീജിയറാണ്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും CTM ചെയ്യുക. ഫസ്റ്റ് നമ്മളെ ഫേസിനെ ഒന്ന് പ്രപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ. ദെൻ ആഫ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, സിറം അപ്ലൈ ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷം പ്രൈമർ അപ്ലൈ ചെയ്യുക. പ്രൈമർ ഇട്ടിട്ട് കൺസീൽ ചെയ്ത് ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രൊഫഷണൽ പ്രൊസീജിയറും ഇത് തന്നെയാണ്. സോ ഈ രീതിയിലായിരിക്കണം നമ്മളുടെ സ്റ്റാർട്ടിങ് വരെ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഫൗണ്ടേഷൻ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ കുറച്ചെടുക്കുക. അതുപോലെ എപ്പോഴും നമ്മളുടെ കയ്യിലൊരു ബ്യൂട്ടി ബ്ലെൻഡർ വയ്ക്കുക. ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും നനച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, ഡ്രൈ ആയിട്ടല്ല യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ്. ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഫൗണ്ടേഷൻ എന്താ പറയുക, ചുമ്മാ നമുക്ക് എപ്പോഴെപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാ ദിവസവും ഫേസിൽ ചിലർ പറയും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആളാണെന്നുള്ളത്. ഡെയിലി ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് ഇത്രയും ഹാർഷായിട്ടുള്ള കെമിക്കൽ നമ്മൾ എത്രത്തോളം പ്രൈമർ ഇട്ടാലും എന്ത് ചെയ്താലും ഡെയിലി വൈസിൽ വരുന്ന സമയത്ത് സ്കിന്നിലെ സെൽസ് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഏർലി ആയിട്ട് തന്നെ നമുക്ക് റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡ്രൈനെസ്സും ഇതുപോലെ റിങ്കിൾസൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. സോ അങ്ങനെ ചെയ്ത് വരുമ്പോഴും അവരുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ടാൻ അടിച്ച് പോലും അൺഈവൺ സ്കിൻ ടോൺ ഒക്കെ ആയി മാറാനുള്ള ചാൻസസ് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്നവർക്ക് അതൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ സ്കിൻ നന്നായിട്ട് പ്രപ്പ് ചെയ്തെടുക്കുക. അതുപോലെ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് കറക്ഷൻസ് ഉണ്ടെങ്കിൽ കൺസീൽ ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. then അതുപോലെ നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ എവിടെ ഫംഗ്ഷൻ പോയാലും ശരി നമ്മൾ തിരിച്ചു വന്ന് കഴിയുമ്പോൾ എന്താ പറയുക തീർച്ചയായിട്ടും മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് വയ്യ ഭയങ്കര ടയേർഡായി ഇത്രയും ലേറ്റ് ആയല്ലോ ഇനി നമുക്ക് ഫേസ് ഒന്നും വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനൊന്നും വയ്യ എന്ന് മടി ഒരിക്കലും കാണിക്കരുത്. തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഫേസ് റിമൂവ് ചെയ്ത് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് CTM ചെയ്തിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട്. നമ്മൾ സ്കിൻ കെയർ കൊടുത്തിരിക്കണം. നൈറ്റ് ആണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം. കാരണം പലരും വീട്ടിൽ തിരിച്ച് പോണ ഒരു ഷുഗർ തിരിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. തിരിച്ച് വരുമ്പോൾ ഭയങ്കര ടയേർഡായിരിക്കും. ഇന്നും പിന്നെ വൈകുന്നേരം രാവിലെ എഴുന്നേറ്റ് വാഷ് ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും കിടക്കണം. അത് കംപ്ലീറ്റ് ആയിട്ടും ഹൈ കെമിക്കലാണ്, നമ്മളുടെ സെൽസിനെ ഡാമേജ് ആക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് വേണം കിടക്കാനായിട്ട്. പ്ലസ് CTM ചെയ്തിട്ട് വേണം നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് എന്താ പറയുക റിമൂവ് ചെയ്ത് CTM ചെയ്ത് വേണം കിടക്കാൻ കേട്ടോ. അത് മറന്നു പോകരുത്. അപ്പോൾ എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടെ എനിക്കിനിയും പറയണമെന്നുണ്ട് ഫൗണ്ടേഷനെ കുറിച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.